സംഭാഷണങ്ങളിൽ ഏർപ്പെടുമ്പോൾ നിങ്ങളുടെ കേൾവിക്കാരന്റെ ചുണ്ടുകളിലേക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവരോട് താല്പര്യമുണ്ടെന്ന് തോന്നിക്കാൻ സഹായിക്കും. അതേസമയം നിങ്ങൾ അവരുടെ നെറ്റിയിലേക്ക് നോക്കുകയാണെങ്കിൽ അത് പരിഭ്രാന്തി ഉളവാക്കാനും അവരുടെ ആത്മവിശ്വാസത്തെ തകർക്കാനും കാരണമാവും. ഈ സാഹചര്യങ്ങളെ സ്വാധീനിക്കാൻ 5 മനഃശാസ്ത്ര തന്ത്രങ്ങൾ ഇതാ. അവസാനത്തെ തന്ത്രം ഏറ്റവും മികച്ചതാണ്. 1. ഒരാളെ ഒരു കള്ളം വിശ്വസിപ്പിക്കണമെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള ഒരു ലജ്ജാകരണമായ വിശദാംശം അതിൽ ഉൾപ്പെടുത്തുക. 2. നിങ്ങളൊരു തെറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കാര്യങ്ങൾ പ്രതീക്ഷിച്ചതിലധികം സമയമെടുക്കുമ്പോൾ ക്ഷമിക്കണമെന്ന് പറയുന്നതിന് പകരം നിങ്ങളുടെ ക്ഷമയ്ക്ക് നന്ദി എന്ന് പറയുക. ഇത് ശ്രദ്ധ തെറ്റിൽ നിന്ന് മാറ്റുകയും അവരുടെ ക്ഷമയെ അംഗീകരിക്കുകയും ചെയ്യും. 3. നിങ്ങൾ 2 തിരഞ്ഞെടുപ്പുകൾക്കിടയിൽ ആശയക്കുഴപ്പത്തിലാണെങ്കിൽ ഒരു നാണയം ടോസ് ഇടുക. പക്ഷെ യഥാർത്ഥ തന്ത്രം എന്തെന്നാൽ നാണയം വീഴുന്നതിനുള്ളിൽ തന്നെ നിങ്ങൾ ഏത് തിരഞ്ഞെടുക്കണമെന്ന് നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ടാവും. നാണയത്തിന്റെ ഫലം എന്തായാലും നിങ്ങളുടെ ഉള്ളിലെ തോന്നലിനെ വിശ്വസിക്കുക. 5. നിങ്ങൾ എവിടെയെങ്കിലും പോയാൽ ഒരു പ്രശ്നവുമില്ലാതെ രക്ഷപ്പെടണമെന്നാണ് ലക്ഷ്യമെങ്കിൽ ഒരു സ്ഥലത്തേക്ക് കയറുമ്പോഴും ഇറങ്ങുമ്പോഴും അത് നിങ്ങളുടെ സ്വന്തം സ്ഥലമെന്ന പോലെ ആത്മവിശ്വാസത്തോടെ പെരുമാറുക. ചുറ്റും നോക്കുകയോ പരിഭ്രാന്തരാകുകയോ ചെയ്യരുത്. ക്രിമിനൽസ്